മഹാനടനായ തിലകൻ്റെ മകൻ ഷമ്മി തിലകനെ പുറത്താക്കിയ അമ്മ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ആർജവം കാണിക്കുന്നില്ല? പുള്ളിക്കാരി ഇവിടുന്ന് അതാ ഇവിടെ ഷമ്മി തിലകൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഏത് സോഷ്യൽ മീഡിയയിലാണ്, ഏത് ചാനലിലാണ് ഷമ്മി ചേട്ടൻ അമ്മയെക്കുറിച്ച് മോശമായി പറഞ്ഞത് ഒന്ന് കാണിക്കുക. അമ്മയുടെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത് പുറത്താക്കിയെന്നാ. ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് ഒരു ശബ്ദം, എൻ്റെ അടുത്ത് ഇരിക്കണ്ട, മാറിയിരിക്കുന്നതാണ് നല്ലത്. എനിക്കത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ബ്രദർ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാനായിട്ട് പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്രയും ഒരു നാണക്കേടുണ്ടായി 17 പേര് ഇറങ്ങിപ്പോകേണ്ട വന്നത്. ഞാൻ 18 വർഷം ഒരു സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ് ഞാൻ. അങ്ങനെ ട്രഷററെ അവധിക്ക് വിടുന്നത് അത് എന്ത് ന്യായമാണ്? ഇവിടുത്തെ പരിപാടിയാണ്? ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ രാജിവെച്ചിട്ട് അങ്ങ് പോവുകയാണോ വേണ്ടത്? അല്ലല്ലോ. എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോണുള്ളവരാണ്. അത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. 1-2 പേരറിഞ്ഞാണ് അത് വാങ്ങുന്നത്. ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു സംഘടന എന്ന് പറയുന്നത് ആ സംഘടനയുടെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അൻസിബ എന്തിനാണ് ഇതൊക്കെ? ഞാനൊരിക്കലും വാർത്താ മാധ്യമങ്ങളെ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അവർ വരണം, അവർക്ക് വേണ്ടിയല്ല വരേണ്ടത്. അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്ന വോയിസാണ്, ലക്ഷ്മിപ്രിയയുടെ വോയിസാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു വോയിസ് ക്ലിപ്പാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഒരിക്കലും, ഞാൻ ഏറ്റവും എടുത്തു പറയുന്നത് പൃഥ്വിരാജും ദുൽഖറും. ഈ പോലെ അച്ഛൻ്റെ വിലക്കുകൾ, അതിനുള്ള വിഷയങ്ങൾ, അച്ഛനെ തിരിച്ചെടുക്കാതെ വന്ന സമയങ്ങൾ, ഇപ്പം അമ്മയിലെ വിഷയങ്ങൾ, അതിലേക്ക് ഞാൻ ഓടിച്ചു പോകാം. അമ്മയിലെ വിഷയങ്ങൾ, അമ്മയിലെ വിഷയം വന്നപ്പോൾ ഞാൻ ചെയ്തൊരു വാർത്തയുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ കണ്ട ഒരു വാർത്ത. ഞാൻ ഒറ്റൊരു ചോദ്യമുള്ളൂ, മഹാനടനായ തിലകൻ്റെ മകൻ ഷമ്മി തിലകനെ പുറത്താക്കിയ അമ്മ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ആർജവം കാണിക്കുന്നില്ല? ഇത്രയും പരസ്യമായിട്ട് പ്രതികരിക്കുന്ന ആളുകളിലേക്ക് ഒരു ആക്ഷൻ പോലും എടുക്കണം. അന്ന് ഇദ്ദേഹത്തെ പുറത്താക്കിയ ആർജവം ഈ സംഘടനയ്ക്ക് ഇല്ല എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഷോബിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞതായിട്ട് തോന്നി. ഞാൻ ചോദിച്ചത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സമൂഹം ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിച്ചു എന്നുള്ളൂ. എങ്ങനെയാണ് ഇപ്പോഴത്തെ അമ്മയുടെ അവസ്ഥയെ കാണുന്നത്? അന്ന് തിലകൻ ചേട്ടനെ വിലക്കിയ സംഘടനയാണ് അല്ലേ? തിലകൻ ചേട്ടനെ വിലക്കിയ സംഘടനയാണ്. അതിനുശേഷം മകനെ ഇറക്കി വിട്ട സംഘടനയാണ് അല്ലേ? എങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ അമ്മയുടെ അവസ്ഥ കണ്ട സത്യം പറഞ്ഞാൽ ചിരിക്കാനേ തോന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംഘടന, അതിപ്പോൾ ഏത് രീതിയിലുള്ള സംഘടന, ചാരിറ്റബിൾ സൊസൈറ്റി ആയിക്കോട്ടെ, ട്രേഡ് യൂണിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്ലബ്ബ് ആയിക്കോട്ടെ, എന്തായാലും എന്ത് സംഘടനയായാലും സംഘടനയുടെ ഭാരവാഹികൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ? ഓരോ ഭാരവാഹികളുടെയും മേലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അവരെന്തൊക്കെയാണ്, ഓരോരുത്തർക്കും അതായത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യണം, ഒരു സംഘടനയിൽ പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യണം, സെക്രട്ടറി എന്തൊക്കെ ചെയ്യണം, വൈസ് പ്രസിഡന്റുമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ട്രഷറർ, ഇവർക്കെല്ലാവർക്കും ഓരോ ചുമതലയുണ്ട്. ആ ചുമതലകൾ അവർ ചെയ്യേണ്ടതാണ്. പക്ഷേ പല സംഘടനകളുടെയും സാഹചര്യങ്ങളനുസരിച്ച് ചിലപ്പോൾ ഡ്യൂട്ടികൾ മാറി ചെയ്യാറുണ്ട്. ഇപ്പോൾ അമ്മ സംഘടന എന്ന് പറയുന്ന അമ്മയുടെ സംഘടനയുടെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ളത് വലിയ വലിയ ആളുകളാണ്. ലാലേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, ഇടവേള ബാബുച്ചേട്ടൻ, MG സോമൻ, മമ്മൂക്ക, ഇവരെല്ലാവരും ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അവരുടെ തിരക്കുകളും കാര്യങ്ങളും വെച്ച് അവർക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? വേറെ ആരെക്കൊണ്ടെങ്കിലും ഇത് ചെയ്യിക്കും. ആ ചെയ്തിട്ട് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഇവരായിരിക്കും. അങ്ങനെയല്ലേ ചെയ്ത്? അതെ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും കാലം, ഇപ്പോൾ ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തി 25 വർഷത്തോളം അമ്മ സംഘടനയെ വളരെ നല്ല രീതിയിൽ നയിച്ച്, പുള്ളി വളരെ ഒരു സംഘാടകനാണ്, നല്ല സംഘാടകനാണ്. ഇടവേള ബാബുവിനെ സംബന്ധിച്ച് നല്ലൊരു സംഘാടകനാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സംഘടന കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ അമ്മയിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഡ്യൂട്ടീസ് പലരും
അതിൻ്റെ അവർ ചെയ്യേണ്ട ജോലികളെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയൊന്നും ആർക്കുമില്ല. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ആളുകളാണ് നിർഭാഗ്യവശാൽ അമ്മയുടെ തലപ്പത്ത് വന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എവിടെയൊക്കെ പറയാം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല, അല്ലേ? പുറത്ത് പോകാൻ പാടില്ല, ഒരു കാരണവശാലും പുറത്ത് പോകാൻ പാടില്ല. ജനറൽ ബോഡി നടക്കുന്ന കാര്യങ്ങളും വെളിയിൽ പോകേണ്ട കാര്യമില്ല. ജനറൽ ബോഡിയിൽ നമ്മുടെ അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന, പക്ഷേ ഇവിടെ നടക്കുന്ന അങ്ങനെയല്ല. ഇവിടെ നടക്കുന്നത് പല കാര്യങ്ങളും. ഇപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചകളിലെ ഒരു വോയിസ് നോട്ടാണ് വെളിയിൽ വന്നത്, അല്ലേ? ലക്ഷ്മിപ്രിയയുടെ വോയിസ് എങ്ങനെ മാധ്യമങ്ങളിൽ കിട്ടി? ഇതെവിടെ? അവർ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ പോയത്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു വോയിസ് ക്ലിപ്പാണ്. അതെങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ, ഞാൻ മറ്റുള്ളതൊന്നും പറയാനില്ല, മാധ്യമങ്ങളിൽ എങ്ങനെ പോയി? അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിലുള്ള ആളുകൾ എന്തിനാണ് മാധ്യമങ്ങളിൽ പോയിട്ട് കാര്യങ്ങൾ പറയുന്നത്? ഇപ്പം ഞാൻ പറയാം, ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന ട്രഷററെ മാറ്റി നിർത്തി, അല്ലേ? എന്തിനാ മാറ്റി നിർത്തി? ഞാൻ അമ്മയിലെ അംഗമാണ്. ഉണ്ണി ശിവപാലിനെ മാറ്റിയത് എന്താണെന്ന് ഞാൻ അറിയുന്നത്, മാറ്റി നിർത്തിയേക്കുവാണെന്ന് ഞാൻ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഒരിക്കലും പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഒരിക്കലും അത് മാധ്യമങ്ങളിലൂടെ അല്ല പറയേണ്ടത്. അവർ നമ്മളെ അറിയിക്കണം, നമ്മൾ അംഗങ്ങളെ അറിയിക്കണം, അല്ലേ? അംഗങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത്. പക്ഷേ അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒന്നും ആ രീതിയിലല്ല. അൻസിബ എന്തിനാണ് ഇതൊക്കെ, അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തിനാണ് മാധ്യമം, അല്ലാത്തതൊക്കെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള, ഇപ്പോൾ അവർ ഈ പറയുന്ന വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ കാര്യങ്ങളുണ്ടായി, അല്ലെങ്കിൽ അവരോട് മോശമായി ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓക്കെ, അത് പോലീസ് കേസോ കാര്യങ്ങളൊക്കെ ആണ്, അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല. സംഘടനയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും മാധ്യമങ്ങളിൽ പോയി പറയാൻ പാടില്ല. അത് പറയേണ്ട വേദികളുണ്ട്. അവർക്ക് പറയാനുള്ള അൾട്ടിമേറ്റ് വേദി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിലാണിത് പറയേണ്ടത്. പക്ഷേ എന്താ, ജനറൽ ബോഡിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. പറഞ്ഞു, അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ജനറൽ ബോഡിയിൽ അത് ഈ വിഷയം അവതരിപ്പിക്കാനും അതിനൊരു തീരുമാനം ഉണ്ടാക്കാനും, ഇനി ഇങ്ങനെ മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നൊരു തീരുമാനം ഉണ്ടാക്കാനും ജനറൽ ബോഡിയിൽ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പം എതിരാളി പറഞ്ഞ അച്ഛൻ്റെ വിഷയവും ഷമ്മിച്ചേട്ടൻ്റെ വിഷയവും, തീർച്ചയായിട്ടും ഷമ്മിച്ചേട്ടനെ പുറത്താക്കിയത് അമ്മയെക്കുറിച്ച് മോശമായി സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ് പുള്ളിയെക്കുറിച്ച് ഉണ്ടായ ഏറ്റവും പ്രഥമ അലിഗേഷൻ. അതിൻ്റെ പേരിലാണ് പുള്ളിയെ പുറത്താക്കിയത്. പിന്നെ പുറത്താക്കിയതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരൻ നിഷേധാത്മകമായ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ അമ്മ സംഘടനയെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്നുള്ളതാണ് ഒരാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനുള്ള മാനദണ്ഡമെങ്കിൽ, ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അമ്മയെ മോശമാക്കാനല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മോശമാക്കാനായിട്ട് അമ്മ സംഘടനയെക്കുറിച്ച് മോശമായി വന്ന പ്രസ്താവനകൾ ചെയ്തവരെ എല്ലാവരെയും പുറത്താക്കണം. വേണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ആരും പറയുന്നുമില്ല. പിന്നെ ഷമ്മിച്ചേട്ടനെ ഈ മോശമായിട്ട് പറയുന്നു, ഒരു തെളിവെങ്കിലും ഷമ്മിച്ചേട്ടനെ പുറത്താക്കിയ ഭരണസമിതിക്ക് കാണിക്കാൻ പറ്റുമോ? ഏത് സോഷ്യൽ മീഡിയയിലാണ്, ഏത് ചാനലിലാണ് ഷമ്മിച്ചേട്ടൻ അമ്മയെക്കുറിച്ച് മോശമായി പറഞ്ഞത്? ഒന്ന് കാണിക്കാവോ? ആ മീറ്റിങ്ങിൽ, ആ ജനറൽ ബോഡിയിൽ ഷമ്മിച്ചേട്ടൻ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. അമ്മ സംഘടനയെക്കുറിച്ചും അമ്മ സംഘടനയിലെ ചില സംഭവങ്ങളെക്കുറിച്ചും. ഓഫീസ് ബിൽഡിങ് വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ആരോപണം മാധ്യമങ്ങളുടെ മുമ്പിലല്ല, അവിടെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ, പർട്ടിക്കുലർ മീറ്റിങ്ങിൽ ഈ പറയുന്ന സംഭവത്തെക്കുറിച്ച് വിശദീകരണം തരാനായിട്ട് ഒഫീഷ്യൽസ് വന്നിരുന്നു. പ്രത്യേകിച്ചും അമ്മയിലെ അംഗങ്ങളല്ലാത്ത നമ്മുടെ ഈ
എന്താണ് രജിസ്ട്രേഷൻ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് അവിടെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വന്നിരുന്നു അന്നത്തെ ജനറൽ ബോഡി, അന്നത്തെ ആ യോഗത്തിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ യെസ്, അമ്മ മീറ്റിംഗാണ്. ചാക്കോളാസിൽ വെച്ച്, ആ ആദ്യത്തെ മീറ്റിംഗ് ചാക്കോളാസിൽ വെച്ച്. അതെ, ചക്കോളാസ് ആണെന്ന് തോന്നുന്നു. അതെ, ഇറങ്ങി ഓടിയപ്പോൾ ഞാൻ പുറകെ വന്നതാണ്. അതെ, ഞാൻ നമ്മുടെ റിപ്പോർട്ട് ടിവിയിലാണ്. അതെ, നമ്മുടെ ചോദിച്ചു. കളമശ്ശേരി അല്ലേ? യെസ്, കളമശ്ശേരിയിൽ അവിടെയാണെന്ന് തോന്നുന്നു എൻ്റെ എൻ്റെ അറിവ് അവിടെ തന്നെയാണ്. മീറ്റിംഗ്. എനിക്കന്ന് ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. ഞാൻ താങ്കൾ നേരത്തെ ഇറങ്ങി പോകുന്നു, ഞാൻ ഇടയ്ക്ക് ഓടി വരുന്നു, പോകാനുള്ള സമയം പോയപ്പോൾ ഞാൻ ഓടി വന്നു, എന്തായെന്ന് ചോദിച്ചിട്ട്. അതെ, അല്ല എനിക്കന്ന് അവാർഡ് കിട്ടിയതിന് എനിക്ക് Yes, ആദരവുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിനാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് വരുന്ന ആളായതുകൊണ്ട് എനിക്ക് അന്ന് എല്ലാവരും ഉണ്ട്. അപ്പോൾ ആരുടെ കൂടെ ഇരിക്കണം, എവിടെ ഇരിക്കണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ വന്ന് കയറിയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പരിധി നോക്കിയപ്പോൾ നമ്മുടെ മഹേഷ് ചേട്ടൻ ഞാനുമായിട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. മഹേഷ് ചേട്ടനെ കണ്ട് അപ്പോൾ ഞാൻ മഹേഷ് ചേട്ടൻ്റെ അടുത്ത് ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ മഹേഷ് ചേട്ടൻ്റെ അടുത്ത് പോയി ഇരിക്കുക. മഹേഷ് ചേട്ടൻ്റെ ഇപ്പുറത്തൊരു സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ആരോ ഇരിപ്പുണ്ട്, ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ആരോ ഇരിപ്പുണ്ട്. എനിക്ക് ആരാന്ന് പിടികിട്ടിയില്ല. ഞാൻ മഹേഷ് ചേട്ടനെ കണ്ടു, നേരെ മഹേഷ് ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും ഇപ്പുറത്തുനിന്നൊരു ശബ്ദം, എൻ്റെ അടുത്ത് ഇരിക്കണ്ട, മാറിയിരിക്കുന്നതാണ് നല്ലത്. നോക്കിയപ്പോൾ ഷമ്മിച്ചേട്ടനാ. അപ്പം ഞാൻ പറഞ്ഞേ, ഞാൻ അതിനെ മാറിയിരിക്കുന്നത്, ഇവിടെ നിന്ന് എന്താ കുഴപ്പം? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇരുന്ന് ഞാൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഷമ്മിച്ചേട്ടൻ തൊട്ടിപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പുള്ളിയെ. ഞാൻ നോക്കുമ്പോൾ ഈ ഒഫീഷ്യൽസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷമ്മിച്ചേട്ടൻ മൊബൈലെടുത്ത് ഇത് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തത് എന്തിനാ അറിയും? പുള്ളി ലൈവ് കിട്ടതല്ല, റെക്കോർഡ് ചെയ്തതെന്ന് വെച്ചാൽ അല്ല, ഈ മീറ്റിംഗ് നടന്ന് ഇവിടെയാണ്, ക്രൗൺ പ്ലാസ അല്ല. അതെ. അപ്പോൾ പുള്ളി റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ പുള്ളിക്ക് ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ പിന്നീട് ഇതിനെക്കുറിച്ച് പുള്ളിക്ക് മറുപടി പറയേണ്ടി വരുമ്പോൾ ഇവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഉറപ്പ് വേണ്ടേ, അല്ലെങ്കിൽ അതിന് തെളിവ് വേണ്ടേ? അതിന് വേണ്ടിയിട്ട് പുള്ളി ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അതാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെയാണ്. അപ്പം നമ്മുടെ അന്നും ശ്വേതാ മേനോൻ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അതെ അതെ. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വാച്ച് ചെയ്ത് വരും. പുള്ളിക്കാരിങ്ങനെ നടന്നു വരുമ്പോൾ, മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പുള്ളിക്കാരിങ്ങനെ ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്കും ഇവിടെ വന്നപ്പോൾ ഷമ്മി ചേട്ടൻ ഇത് റെക്കോർഡ് ചെയ്ത് കണ്ടപ്പോഴേക്കും പുള്ളിക്കാരി തെറ്റിദ്ധരിച്ചു എന്ന് തന്നെ ആണ് ഞാൻ പറയുന്നത്. തെറ്റിദ്ധരിച്ചു, ഇത് ലൈവ് വിടുവാണ് എന്നാണ് പുള്ളി തെറ്റിദ്ധരിച്ചത്. പുള്ളിക്കാരി ഇവിടുന്ന് അതാ ഇവിടെ ഷമ്മി തിലകൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അവിടെ എല്ലാവരും കൂടി അപ്പോൾ ഭയങ്കര വയലൻ്റായി, വലിയ പ്രശ്നമായി. അത് ലൈവ് വിട്ട ആളെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി കിടന്ന് ബഹളം വെച്ച്. ഈ തെറ്റിദ്ധാരണയാണ് പുള്ളി സോഷ്യൽ മീഡിയയിൽ അമ്മയ്ക്ക് എഗൻസ്റ്റായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയത്. അപ്പോൾ ആരൊക്കെയോ വിളിച്ച് പറഞ്ഞു, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ആരൊക്കെയോ വിളിച്ച് പറഞ്ഞു ഷമ്മി തിലകൻ അമ്മയെക്കുറിച്ച് മോശമായിട്ട് ഏതോ ചാനലിൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഏത് ചാനലാണ് പറഞ്ഞ് ആ ചാനലിലെ ആ ക്ലിപ്പിങ്സ് ഒന്ന് ഹാജരാക്കാൻ ഇപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഒരാളുടെ കയ്യിലും കാണത്തില്ല. അല്ല, അന്ന് റിപ്പോർട്ടർ ടിവിയിൽ ചർച്ച കിടന്ന ആ ക്ലിപ്പിങ്സ് എന്നോട് ഷമ്മിത്തേട്ടൻ ചോദിച്ചാണെന്ന്, കേസിൽ നിങ്ങൾ വല്ല വരേണ്ടി വരും ആ ക്ലിപ്പ് കൊടുത്ത് ഞാൻ കൊടുത്തു. അപ്പോൾ അതിനകത്ത് അങ്ങനെയല്ല സംസാരിച്ചതെന്ന് പിന്നീട് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേറെ എനിക്ക് ഓർക്കണം, റിപ്പോർട്ടർ ടിവിയിൽ ഞാനാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. അതെ, അങ്ങനെയുള്ള സ്ഥിതിക്ക് അങ്ങനെ ഒരു മോശമായ പരാമർശം അമ്മയെക്കുറിച്ച് നടത്തിയിട്ടില്ലാത്ത ഒരാളെ പുറത്താക്കിയത് പുനഃപരിശോധിക്കണ്ടേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്കത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം പുള്ളി അത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അത് പുനഃപരിശോധിക്കണമായിരുന്നു അമ്മ. അന്ന് പുള്ളിയെ പുറത്താക്കാൻ കൂടിയ മീറ്റിംഗ് ഉണ്ട്, അടുത്ത മീറ്റിങ്ങിലാണ് പുള്ളിയെ പുറത്താക്കുന്നത്. ആ മീറ്റിങ്ങിലല്ല. അതെ. അടുത്ത മീറ്റിങ്ങിൽ പുള്ളിക്കാരനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രമേയം അവതരിപ്പിക്കുകയും ആരൊക്കെ പുറത്താക്കുന്നതിനെ ആരൊക്കെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു കണക്കെടുപ്പ് നടത്തി. അപ്പോൾ ഷമ്മി തിലകനെ പുറത്താക്കണം എന്ന് താല്പര്യപ്പെടുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ഞാനവിടെ ഇരിക്കുമായിരുന്നു.
ഉടനെ പെട്ടെന്ന് പറഞ്ഞു അത് 1/3 ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് പുറത്താക്കാൻ തീരുമാനിച്ചു. ഉടനെ ജഗദീഷ് ചേട്ടൻ എഴുന്നേറ്റിട്ട് അതെങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, എണ്ണി നോക്കിയോ? ജഗദീഷ് ചേട്ടൻ ഭയങ്കരമായിട്ട് എഗൻസ്റ്റായിട്ട് സംസാരിച്ചു. പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഷമ്മി തിലകനെ പുറത്താക്കാൻ പാടില്ല. ഷമ്മി തിലകനെ എന്നല്ല, അന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഷമ്മി തിലകനെ എന്നല്ല, ഒരംഗത്തെയും പുറത്താക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞത് മമ്മൂക്കയുടെ നിർദ്ദേശപ്രകാരമാണ്. ജഗദീഷ് ചേട്ടൻ അന്ന് പറഞ്ഞത് മമ്മൂക്ക പറഞ്ഞിട്ടാണ് ജഗദീഷ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഒരു അംഗത്തെയും, നമ്മുടെ അമ്മയുടെ മക്കളെ ആരെയും പുറത്താക്കാൻ പാടില്ല, അവരോട് വിശദീകരണം ചോദിക്കണം, വിശദീകരണം ചോദിച്ചിട്ട് എന്നും പറഞ്ഞിട്ട് അന്ന് പക്ഷേ ഭൂരിപക്ഷം അഭിപ്രായം അതാണ്, അതുകൊണ്ട് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പുള്ളിയോട് വിശദീകരണം അമ്മയുടെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത് പുറത്താക്കി എന്ന് പറഞ്ഞതിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പുറത്താക്കാൻ വേണമെന്നുള്ള അഭിപ്രായം വന്നു, അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ട് ആ തൃപ്തികരമായ മറുപടി നോക്കട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ, അന്നത്തെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത് പുറത്താക്കിയതാണ്. അന്ന് ജഗദീഷ് ചേട്ടനുണ്ട്, സിദ്ദീഖ് ഖാനുണ്ട്, ലാലേട്ടനുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്, ഇടവേള വെച്ചിട്ടുണ്ട്. അപ്പം ഈ സംഭവം ഇപ്പോൾ പറഞ്ഞ ജഗദീഷ് ചേട്ടൻ അവിടെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ആരും പുറത്താക്കാൻ കഴിയില്ല, അപ്പോൾ പുറത്തു പോയ നടികളെ കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായ സ്ഥലം ആ മീറ്റിംഗ്, ആ അതെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളിയോട് വിശദീകരണം പിന്നെന്താ നടന്നത് എനിക്കറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ വിശദീകരണം ചോദിച്ചിട്ട് കാര്യം. പക്ഷേ തൃപ്തികരമായ മറുപടി ലഭിക്കാത്തത് കൊണ്ട് പുള്ളിയെ പുറത്താക്കി എന്നുള്ള ലെവലിലാണ് പിന്നെ പുള്ളിയെ പുറത്താക്കിയത്. അതെന്തുകൊണ്ടാണ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം പുറത്താക്കി എന്നുള്ള വാർത്ത തന്നെ വരുന്നത്. അതെ ഉടനെ ഒന്നും വന്നില്ല, കുറേ നാളുകൾക്ക് ശേഷം ഇദ്ദേഹത്തെ ഒരു മാധ്യമങ്ങൾ പോലും അറിഞ്ഞില്ല. പിന്നീട് ലാസ്റ്റാണ് അറിയുന്നത്. അതെ, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് പറയാനും പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതും ഷമ്മീച്ചേട്ടനെ പുറത്താക്കിയത് ഉൾപ്പെടെ പുനഃപരിശോധിച്ച് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെയാണെങ്കിൽ ഷമ്മീച്ചേട്ടനെ പുറത്താക്കിയത് ഞാൻ പുനഃപരിശോധിക്കണമെന്നല്ല പറയുന്നത്, പുള്ളിയെ പുറത്താക്കിയത് ഓക്കെ, അവരുടെ രീതിക്ക് അവർ ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയവരെയും പുറത്താക്കണം അല്ലേ? പക്ഷേ അവരെ പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ പലരും പുറത്ത് പോയിരിക്കുന്നു. ഇപ്പോൾ ശ്വേതാ മേനോൻ രാജിവെച്ചു, അത് മെമ്പർഷിപ്പ് രാജിവെച്ചു, മല്ലിക ചേച്ചി രാജിവെച്ചു, പിന്നെ നമ്മുടെ ലക്ഷ്മിപ്രിയ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവരാരും കത്ത് തന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. അമ്മയുടെ മെയിലിൽ ഇതുവരെ പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല, ഇപ്പം അറിഞ്ഞിട്ടില്ല, ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ള വേറൊന്നുമില്ല. ഞാൻ അമ്മയിലൊരു മെമ്പറാണ്. ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു സംഘടന എന്ന് പറയുന്നത് ആ സംഘടനയുടെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? അമ്മ പോലൊരു സംഘടന ഇത്രയും പേർക്ക് കൈനീട്ടം കൊടുക്കുന്ന ഒരുപാട് ഈ കൈനീട്ടം അർഹിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് അമ്മ സംഘടനയിലുണ്ട്. അപ്പോൾ ആ അമ്മ സംഘടനയിലെ അത്രയും അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ കുടുംബസംഗമം നടത്തുകയും മീറ്റിംഗ് നടത്തുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. ആ മെഡിസിൻ ഒരു മാസത്തെ മെഡിസിൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പേർക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ അമ്മയുടെ മെഡിസിൻ കൈപ്പറ്റുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ആ ആശ്വാസത്തിൽ ഈ കൈനീട്ടവും മെഡിസിനും എല്ലാം കിട്ടുന്ന ഒരു വെൽഫെയർ പരിപാടികൾ, അതുപോലെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്നൊരു സംഘടന ഈ മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടിയും, അല്ലെങ്കിൽ ഈ 2 പേര്, ഈ സുരേഷ് ഗോപി, ഈ മൂന്ന് പേരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അമ്മ സംഘടന ഒരിക്കലും ഇതുപോലെ തകർന്നു പോകാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മീറ്റിങ്ങിൽ യങ്സ്റ്റേഴ്സ് ആരും വരുന്നില്ല. ഈ മീറ്റിങ്ങിൽ തന്നെ നമ്മുടെ അജു വർഗീസ് പറഞ്ഞു എന്തുകൊണ്ട് വരുന്നില്ല. ഞാൻ പറയുന്നത് ഈ യങ്സ്റ്റേഴ്സ് പൃഥ്വിരാജ്, ദുൽഖർ, ഫഹദ്, ചാക്കോച്ചൻ, ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ, ടൊവിനോ,
ടൊവിനോ പക്ഷേ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ആക്റ്റീവായിട്ട് കുടുംബസംഘം ആസിഫ് അലിയും വന്നിട്ടുണ്ട്. ആസിഫ് അലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ദുൽഖർ, പൃഥ്വിരാജ്, നിവിൻ പോളി ഇവരാരും മീറ്റിങ്ങിൽ വരുന്നില്ല. വൈ? ഞാൻ പറഞ്ഞാൽ അവർ വരണം. അവർക്ക് വേണ്ടിയല്ല വരേണ്ടത്. ഞാൻ അവർക്ക് വേണ്ടി വരണമെന്ന് ഞാൻ പറയില്ല. അവർക്ക് വേണ്ടിയല്ല, ഈ സാധാരണ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ അവശത അനുഭവിക്കുന്ന, ഈ പറയുന്ന എന്താണ് ഒരു മാസത്തെ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സംഘടനയിൽ. അവർക്ക് വേണ്ടി വരണം. ഈ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ പറയുന്ന യങ്സ്റ്റേഴ്സായിട്ടുള്ള, ഞാൻ ചോദിക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും മാത്രം പേര് വെച്ചിട്ട് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇവരുടെയും കൂടി പേര് വെച്ച് ചെയ്യുമ്പോൾ, ഇവരെയും കൂടി കിട്ടുമ്പോൾ, ഇവർ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നമ്മുടെ എന്താണ് മഞ്ജു വാര്യർ, ഇവർ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ആളുകളെ, ആ സ്പോൺസേഴ്സിനെയും കൂടി കിട്ടുവാണെങ്കിൽ അമ്മയ്ക്ക് കിട്ടുന്ന വരുമാനം എന്തായിരിക്കും? അത് വെച്ചിട്ട് ഇതിലും ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്തുകൂടെ? അമ്മയുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലും മികച്ച കാര്യങ്ങൾ ചെയ്തുകൂടെ? ഇപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിൽ 5000 രൂപ കൈനീട്ടുന്നുള്ളത് 6500 രൂപ ആക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഒരു മാസം 6500 രൂപ കിട്ടുന്നത് ചില്ലറ കാര്യമാണോ? ഏത് സംഘടനയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത്രയും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ലോകത്ത് ഒരിടത്തും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന അമ്മ സംഘടന ഇങ്ങനെ നാമാവശേഷമായി പോകാൻ പാടുണ്ടോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് യങ്സ്റ്റേഴ്സിനോടാണ്. മമ്മൂക്കയും മോഹൻലാലും സുരേഷ് ഗോപിയും അവർ 3 പേരും ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം തന്നിട്ടുണ്ട്. ഇനിയും തരാൻ തയ്യാറാണ്. അവരെല്ലാം കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന നടന്മാരും കൂടി, ആരും പറഞ്ഞിട്ടല്ല, അവർ സ്വയം തീരുമാനിച്ച് ഈ അമ്മ സംഘടനയെ ചേർത്തു പിടിച്ച്, ഈ അമ്മ സംഘടനയെ പുനഃസംഘടിപ്പിച്ച്, അത് നമ്മളാരും അങ്ങോട്ട് പോയി മത്സരിക്കണമെന്ന് ഞാൻ പറയില്ല. സ്വയം ഞാൻ നിൽക്കാം, ഞാൻ ഇന്ന സ്ഥാനത്ത് നിൽക്കാം എന്നും പറഞ്ഞു നിന്നിട്ട് ഈ പറയുന്ന സംഘടനയെ വീണ്ടും കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട്, നമ്മൾ തലപ്പത്തിരുന്ന് ഭരിക്കുന്നവർ അതിന് കഴിവുള്ളവരെ ഇരുത്തി ഭരിച്ചിട്ട് ഇവർ സപ്പോർട്ട് ചെയ്താലും മതിയെന്ന് ഞാൻ പറയുന്നത്. സപ്പോർട്ട് ചെയ്തിട്ട് ഈ സംഘടന കുറച്ചും കൂടി നല്ല രീതിയിൽ വരണം. നല്ല രീതിയിൽ വന്ന് അവശത അനുഭവിക്കുന്നവർക്കും വർക്കില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് ഒരു കൈത്താങ്ങ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ? ഇത്രയും കുടുംബങ്ങളാണ്. ഇപ്പം 500 എത്ര പേര്? 506 പേര്. 506 കുടുംബങ്ങളല്ലേ? കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 5-6 പേർക്ക് മെമ്പർഷിപ്പ് പുതിയത് കൂടിയിട്ടുണ്ട്. ഇത്രയും കുടുംബങ്ങളല്ലേ ഇവരെ കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത്? ഞാൻ പറയുന്ന അവർ മറ്റുള്ള ചാരിറ്റി ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ചാരിറ്റി ചെയ്യുന്നത്? അപ്പോൾ ശരിക്കും എല്ലാവരെയും ഞാൻ പറഞ്ഞ ആരെയും കളയാൻ പാടില്ല. ഇപ്പോൾ ഷമ്മിച്ചേട്ടൻ്റെ കേസിൽ ഞാനിപ്പോൾ പുള്ളിയുടെ ബ്രദർ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാനായിട്ട് പറയുന്നില്ല. അതവർ തീരുമാനിക്കട്ടെ. പുള്ളിക്കാരനെ ഇനി തിരിച്ച് വിളിച്ചാൽ പുള്ളി വരുമെന്ന് തന്നെ എനിക്കറിയില്ല. എനിക്കൊന്നും അതിനെക്കുറിച്ച് അതെ അല്ലേ എനിക്കറിയില്ല. ചേട്ടൻ അങ്ങനെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും അച്ഛൻ വളരെ ബോൾഡായിരുന്നു. അതേപോലെ തന്നെ ബോൾഡാണ് പുള്ളിക്കാരനും. പുള്ളിക്കാരനെ വിളിച്ചാൽ ഞാനിതുവരെ പുള്ളിക്കാരനോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞാനിങ്ങനെ കമ്മിറ്റിയിൽ ഞാനിങ്ങനെ ഇപ്പോൾ മീറ്റിങ്ങിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഞാൻ പുള്ളിയോട് പറയാറില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കതിനകത്ത് പുള്ളിക്കാരനെ ഞാൻ പറയുന്ന അഭിപ്രായത്തോട് യോജിച്ച് പുള്ളി തിരിച്ചു വരണം, അല്ലെങ്കിൽ പുള്ളി തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെ ചെയ്യുക, ആരെയും കളയാൻ പാടില്ല. എല്ലാവരും അമ്മയുടെ മക്കളാണ്. ആ എല്ലാ അമ്മയുടെ മക്കളെയും ചേർത്ത് പിടിച്ച് ആ മക്കളെല്ലാം ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്രയും ഒരു നാണക്കേടുണ്ടായി 17 പേര് ഇറങ്ങിപ്പോകേണ്ട വന്നത്. അതെ, ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അമ്മ കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു. അതും ആകാം, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഈ മാറി നിൽക്കുന്നവർ, ഞാൻ ഏറ്റവും എടുത്തു പറയുന്നത് പൃഥ്വിരാജും ദുൽഖറും. അവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ പൃഥ്വിരാജ് വന്നിട്ടുണ്ടായിരുന്നു.
ദുൽഖറും വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ. അതിനുശേഷം ഞാൻ ദുൽഖറിനെ കണ്ടിട്ടില്ല. ദുൽഖർ മീറ്റിങ്ങിന് വന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഫഹദും മീറ്റിങ്ങിന് വന്ന് അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഫഹദിൻ്റെ കൂടെ 2 സിനിമയിൽ അഭിനയിച്ചു. വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ സത്യം പറഞ്ഞാൽ അവരെല്ലാവരും ഈ പറയുന്ന ഇപ്പോൾ ഷെയ്ൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായ ഷെയ്ൻ കഴിഞ്ഞ മീറ്റിംഗ് വന്നിരുന്നു, ഈ മീറ്റിങ്ങിന് വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവരൊക്കെ നിൽക്കണമെന്നാണ് പറയുന്നത്. എന്തിനാണ് ഇവരൊക്കെ ഈ യങ്സ്റ്റേഴ്സ് എന്തിനാണ് മാറിയിരിക്കുന്നത്? യങ്സ്റ്റേഴ്സ് എന്താണ് ഇത് കാണിക്കേണ്ടത് അങ്ങനെയാണ്. അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാം ഇത്തരം കാര്യങ്ങൾ അവർ അഭിനയവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ അവർക്കുള്ള ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലേ, അത് അമ്മയ്ക്ക് വേണ്ടിയും കൂടി ഉപയോഗിക്കണം. ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി കുറച്ചെങ്കിലും അത് ആരും പറഞ്ഞിട്ട് ചെയ്യണ്ട, സ്വയം തോന്നി ചെയ്യാം. നേരത്തെ പറഞ്ഞ കുറേ അമ്മമാരുണ്ട്, അതെ, നിങ്ങളെ സ്നേഹിക്കുന്ന, അതെ, നിങ്ങൾ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെച്ച് കുറേ അമ്മമാരുണ്ട്, അവർക്ക് വേണ്ടിയെങ്കിലും. തീർച്ചയായിട്ടും അതാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് മറുപടിയില്ല. ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിക്കാം. എവിടെയും എൻ്റെ പേരാണ് പരാമർശം അമ്മയുടെ മീറ്റിങ്ങിൽ. ബുക്ക് ലെറ്റർ വല്ല എൻ്റെ പേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അല്ലെ, ഹൈദരലി എന്നുള്ള ഒരു ആളുടെ പേര് വന്നിട്ട് ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറയണമെന്ന് ഓർത്ത് ഇത്രയും പറഞ്ഞപ്പോൾ, എനിക്ക് വാർത്ത കിട്ടിയാൽ വാർത്ത ചെയ്യാനിരിക്കുന്ന വ്യക്തിയാണ്. വാർത്ത തരുന്നവരെയാണ് അവർ കണ്ടുപിടിക്കുന്നത്. അതിൽ അല്ലാതെ എന്നെ കുറ്റം പറയുന്നതിൽ യോജിക്കണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് വാർത്ത തരുന്നവരുമ്പോൾ നമ്മൾ കിട്ടും. അല്ല, ഞാനൊരിക്കലും വാർത്താ മാധ്യമങ്ങളെ അല്ല ഞാൻ പറയുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മാധ്യമങ്ങളിൽ പോയി, അതാണ് പ്രശ്നം. അല്ലാതെ മാധ്യമങ്ങളല്ല അതിന് കുറ്റക്കാർ. നിങ്ങൾ വാർത്ത അന്വേഷിച്ച് നടക്കുന്നവരാ, അല്ലേ? നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താ? വാർത്ത ജനങ്ങളിൽ എത്തിക്കുക, അതാണ് നിങ്ങളുടെ ധർമ്മം. പക്ഷെ ആ വാർത്ത ജനങ്ങളിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒറ്റേ ഉള്ളൂ, അത് ജെനുവിനാണോ, ആ വാർത്ത സത്യസന്ധമാണോ, എത്തിക്കേണ്ടതാണോ ഇത്. പിന്നെ ചില കാര്യങ്ങൾ എത്തിക്കാൻ പാടില്ലാത്തതുണ്ട്, അത് എത്തിക്കരുത്, അല്ലേ? അത് മാധ്യമങ്ങളുടെ ഒരു ധാർമ്മികതയാണ്. അത് പക്ഷേ ഇതിനകത്തൊന്നും അത് ആപ്ലിക്കബിൾ അല്ല. കാരണം നിങ്ങൾക്കൊരു വാർത്ത കിട്ടാൻ നിങ്ങളിരിക്കുന്നു, ആ വാർത്ത നിങ്ങൾ കൊടുക്കും. നിങ്ങളുടെ അടുത്ത് ഇവിടെ അമ്മയുടെ കേസിൽ ഇത് കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ട വാർത്തകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കൊടുക്കാൻ പാടില്ലാത്തത് കൊടുക്കരുത്. നമ്മൾ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഒളിച്ചു തന്നെ വെക്കണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയേണ്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രം പറയുക, അത് മാധ്യമങ്ങളോട് പറയരുത്. ജനറൽ ബോഡി പറയേണ്ടത് ജനറൽ ബോഡി മാത്രം പറയുക, അതും മാധ്യമങ്ങളോട് പറയരുത്. അതാണ് വേണ്ടത്. അല്ലാതെ അതിനകത്ത് മാധ്യമങ്ങളെ കുറ്റം പറയേണ്ടത് കാര്യം, നമ്മുടെ മുഖം നല്ലതല്ലാത്തതിന് കണ്ണാടിയെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അല്ല, ഇത്തവണത്തെ ജനറൽ ബോഡിക്ക് വോയിസ്, ഒരു അംഗത്തിന്റെ വോയിസ് വരെ ഒരു മെയിൻ ചാനൽ പുറത്തു വന്നിട്ടുണ്ട്. അതാ പറഞ്ഞേ, മനസ്സിലായി. അതെങ്ങനെ വന്നു? ഒരു അംഗത്തിന്റെ വോയിസ് ആണ്, അതിൽ നടക്കുന്ന മീറ്റിംഗിൽ വോയിസ് ആണ് വന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ അവിടെയും ചോദിച്ചു ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി. ഞാൻ അവിടെ നമ്മുടെ 1-2 ഭാരവാഹികളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായല്ലോ. ആ ഇഷ്യൂ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് ഈ വോയിസ് എവിടെ നിന്നാണ് പോയത്? ഈ വോയിസ് എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി? അതിനെക്കുറിച്ച് എന്താണ് ഒരു ഇൻറ്റേർണൽ, അപ്പോൾ പറഞ്ഞാൽ ആ കമ്മിറ്റി വെച്ചിരുന്നു, ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിലെ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. 95,000 രൂപ ചിലവായി, 1 ലക്ഷം രൂപ ചിലവായി മാത്രം. കണക്കിൽ തട്ടിപ്പും വെട്ടിപ്പൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ലില്ല, തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ പറ്റില്ലെന്ന്. അതെങ്ങനെ? പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ഓരോരുത്തരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടില്ല, ഓരോരുത്തരുടെയും ജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞു, ഒരാൾ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള വർക്കുകൾ മാറ്റിവെച്ചിട്ടൊക്കെയാണ് ഇവർ വരുന്നത്. അവരതിൽ നിന്ന് കൈയിട്ട് വരണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഓരോരുത്തരും അതിൻ്റേതായ ചിലവുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 5,000 രൂപയോ 500 രൂപയോ വരെ, 5,000 വരെ അങ്ങോട്ട് ക്യാഷായിട്ട് ഡീൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ബൈ ചെക്കോ അല്ലെങ്കിൽ ബാങ്കിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം സുതാര്യമല്ലേ? ആ പൈസകളെല്ലാം ഇനി ഇതെങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടി എന്തൊക്കെയാണെന്ന് അത് മാത്രമാണ് ഈ കണക്കായിട്ട് അവതരിപ്പിക്കേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം. എന്തുകൊണ്ട് കണക്ക് അവതരിപ്പിച്ചില്ല? കണക്ക് അവതരിപ്പിക്കാത്ത എന്തുകൊണ്ടാണ്? ട്രഷററെ മാറ്റി നിർത്തി.
എന്തിനാ ട്രഷററെ മാറ്റി നിർത്തി? ട്രഷറിനെ മാറ്റി നിർത്തുമ്പോൾ അതിനകത്ത് വേറെ അതും കൂടെ പറയാം. ഇതൊന്നും നമ്മൾ അറിയിച്ചിട്ടില്ല. അതിലും വലിയ ആരോപണ വിധേയായിരുന്നു കുക്കു പരമേശ്വരൻ. അവിടെ നിന്നൊരു ഓഡിയോ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞത് വലിയ വിവാദമുണ്ട്. അത് അല്ല, കണ്ടല്ല. ഞാൻ അറിഞ്ഞത് ട്രഷററെ മാറ്റിയത് മറ്റേ അതുല്യമായിട്ടുള്ള വിഷയത്തിൽ പ്രസിഡന്റാണ്. പ്രസിഡന്റ് ബാക്കി എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് മറ്റേ പ്രസിഡന്റ് സ്റ്റാഫുമായിട്ടുള്ള ബന്ധം പ്രശ്നം, വിഷയത്തിലാണ് മാറ്റിയത്. സ്റ്റാഫുമായിട്ടുള്ള വിഷയം നമ്മൾ അറിഞ്ഞിട്ടില്ല, അംഗങ്ങളെ അറിയിക്കും. അംഗങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ പലത് എക്സിക്യൂട്ടീവ് അംഗങ്ങളും അറിയുന്നില്ല. നമ്മൾ ഈ സ്റ്റാഫിന്റെ വിഷയം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാ. അല്ല, ഞാൻ പറഞ്ഞു വന്ന് അതുപോലെ തന്നെ കുക്കു പരമേശ്വരത്തിന് വലിയ ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുക്കുവിനെ മാറ്റി നിർത്തേണ്ടത് ഞങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ മാറ്റി നിർത്തുമ്പോൾ അവിടെയും രണ്ട് തട്ട്. മാറ്റുന്ന കാര്യങ്ങൾ അംഗങ്ങൾ അറിയുന്നില്ല, എന്താണ് വിഷയങ്ങളെന്ന് അറിയുന്നില്ല. പണ്ടൊക്കെ കത്തുകൾ വരുമായിരുന്നു, മെസ്സേജുകൾ വരുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയായിരുന്നു അല്ലേ? കത്തുകൾ വരുമായിരുന്നു, വിഷയം ഉണ്ടെങ്കിൽ ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് അറിയിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അറിയിക്കുമായിരുന്നു തോന്നുന്നു. അറിയിക്കുമായിരുന്നു എന്നല്ല, ശരിക്കും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്താൽ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് മെമ്പേഴ്സിനെ അറിയിക്കണം അല്ലേ? അതെ, അങ്ങനെയാണ് എല്ലായിടത്തും. ഇപ്പം അറിയുന്ന എൻ്റെ വാർത്തയിലൂടെയായിരുന്നു. അതാ ഞാൻ ചോദിക്കുന്നത് അതാണ്. ഞാൻ 18 വർഷം ഒരു സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ് ഞാൻ ഇപ്പോഴാണ് മാറിയത്. ഡബ്ബിംഗ് യൂണിയൻ്റെ ഫെഫ്ക ഡബ്ബിംഗ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു 18 കൊല്ലമായിട്ട്. ഇപ്പോഴാണ് ഞാൻ മാറിയത്. കാരണം ഞാനത് ഇനി വേറെ പുതിയ ആൾക്കാർ വരട്ടെ എന്ന് വിചാരിച്ചു. ഈ 18 കൊല്ലവും എന്നെ പിടിച്ചവിടെ ഇരുത്തിയതാ, അല്ലാതെ ഞാൻ മാറാഞ്ഞിട്ടല്ല. ഞാൻ എന്താണ് അധികാരം ഒന്നുമല്ല. ഞാൻ മാറണ്ട, എന്നെ മാറ്റത്തില്ല, നിങ്ങൾ തന്നെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നും പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തിയതാ. പക്ഷേ ഇനി ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ച് നേരം വേറെ ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ പുതിയ ആൾക്കാർ വരട്ടെ എന്ന് പറയും മാറിയത്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അങ്ങ് മാറിയതാണ്. കാരണം എനിക്കും എൻ്റെ ജീവിതം നോക്കണ്ടേ, പിന്നെ ഈ പ്രസിഡൻ്റായിട്ടിരുന്നാൽ മതി എപ്പോഴും, അതുകൊണ്ട് മാറിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഇരുന്നിട്ടുള്ള എനിക്കും ഇപ്പോഴും ഞാൻ 1-2 സംഘടനയിലുണ്ട്. പക്ഷേ ആ സംഘടനയുടെയൊക്കെ ഒരു നമ്മൾ ട്രേഡ് യൂണിയൻ ആയിരുന്നു. അപ്പോൾ ട്രേഡ് യൂണിയൻ്റെ സംഭവം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗങ്ങളെ ഇപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പൊക്കെ വന്നതിന് ശേഷം ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ അറിയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കത്ത് അതിലൂടെ അറിയിക്കും. സാധാരണ നോട്ടീസ് കൊടുക്കുന്ന എല്ലാം കത്തിലൂടെയായിരുന്നു. ഇപ്പോൾ വാട്സപ്പ് വന്നപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ അറിയിക്കുന്നത്. അത് വലിയൊരു അപകടമാണ്. കാരണം വാട്സപ്പിൽ വരുന്ന സാധനങ്ങൾ പെട്ടെന്ന് എടുത്ത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം, അടുത്ത ആൾക്ക് പോവും, ചോരാൻ എളുപ്പമാണ്. അതെ, അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്ന വോയിസാണ്, ലക്ഷ്മിപ്രിയയുടെ വോയിസാണ് മാധ്യമങ്ങളിൽ വന്നത്. ഈ മാധ്യമങ്ങളിൽ ഇത് പോയത് എങ്ങനെയാണെന്ന് അറിയാൻ ഒരു പ്രയാസമില്ല അല്ലേ? ഒരു പ്രയാസമില്ല. അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാം ആരുടെ. ഇപ്പോൾ തന്നെ ഇവിടെ രാഷ്ട്രീയപരമായിട്ടൊരു കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പ്രശ്നം നടക്കുന്നില്ലേ? കണ്ടുപിടിച്ചില്ലേ? ഇതൊന്നും വലിയ കാര്യമൊന്നുമുള്ള കാര്യമല്ല. അതെല്ലാവർക്കും അറിയാമല്ലോ എവിടെ നിന്നാണ് പോയെന്ന്. ആദ്യം അങ്ങോട്ട് ഫോർവേഡ് ചെയ്തേക്ക് നോക്കിയാൽ പോരെ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പ്രശ്നമില്ലാത്ത സ്ഥലത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതെ, അല്ലെങ്കിൽ അന്വേഷിച്ചെന്ന് പറയുന്നു, അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അംഗങ്ങൾ അറിയുന്നില്ല. അംഗങ്ങളെല്ലാം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ആ പ്രവണത ശരിയല്ല, അതൊരിക്കലും നല്ല പ്രവണതയല്ല. തമാശയ്ക്കാണെങ്കിൽ അവിടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പറഞ്ഞത് ഞാൻ അറിഞ്ഞ മിൻസ് എഴുതലില്ല അവിടെ, വളരെ കുറവെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഹൈദരലിയുടെ വാർത്ത നോക്കിയിട്ട് ഇപ്പോൾ എഴുതുന്നത്. തമാശയ്ക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കിട്ടിയിട്ട് വാർത്ത കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയാം, ഞാൻ ഈ കമ്മിറ്റി വന്നിട്ട് ഇങ്ങനെ ആ വാർത്ത ഏതെങ്കിലും തെറ്റാണെങ്കിൽ ഞാൻ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതിയ ബുക്ക് കൊണ്ടാണ് മീൻസ് കൊണ്ടിട്ട് ഒത്തുവെക്കും. ഞാൻ പറഞ്ഞ വാർത്തകൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലി എൻ്റെ മാധ്യമപ്രവർത്തനം നിർത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ എനിക്ക് ആർജവത്തോട് പറയാൻ പറ്റില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണണം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ തെറ്റായ വാർത്തകൾ കൊടുക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചെയ്ത വാർത്തകൾ അത് തെറ്റാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ റെക്കോർഡിംഗ് ഉണ്ട്, മൊബൈൽ റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു, എഴുതി വെക്കാറുണ്ട്. മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെയാണ് എഴുതുന്നത്. എഴുത്ത് കുറവായിരുന്നു, അതവിടെ ഉണ്ട്. ഒരു വാർത്ത പോലും തെറ്റല്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളെ ഞാൻ. ഈ തോണത്തെ വാർത്തകളിലെല്ലാം നിങ്ങൾ വരെ അറിഞ്ഞത്, അംഗങ്ങൾ വരെ അറിഞ്ഞൊരു വാർത്ത, തന്നെ അമ്മമാർ വരെ വിളിച്ചു പറഞ്ഞ വാർത്തയുണ്ട്. 17 ഫോണും ലാപ്ടോപ്പും മേടിച്ചൊരു സംഭവം. അത് എക്സിക്യൂട്ടീവ് മെമ്പർമാർ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഓക്സിജനിൽ നിന്നും 17 ഫോൺ മേടിക്കുന്നു അംഗങ്ങൾക്ക്, 18 ഫോൺ മേടിക്കുന്നു എന്നാണ്. ലാപ്ടോപ്പ് മേടിക്കുന്നു. എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോണുള്ളവരാണ്.
അത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. 1-2 പേരറിഞ്ഞാണ് അത് വാങ്ങുന്നത്. ഉം. അല്ല, നടന്ന സംഭവമാണ്, ഞാൻ ചെയ്ത വാർത്തയാണ്. അത് തെളിയിക്കപ്പെട്ടു. ഉം. അത് തെളിയിക്കപ്പെട്ടു. പക്ഷെ അതുപോലെ ഇവിടെ ചർച്ചയ്ക്ക് ഈ തവണ ഒന്നും ഉണ്ടായില്ല. ഒന്നുണ്ടായില്ല. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഒന്നും ഉണ്ടായില്ല. അവിടെ നടന്നില്ല. എല്ലാം അവിടെ ഈ അവിടെ കണക്കിൽ കുരുക്കി അങ്ങ് പോയി. കണക്ക് രാവിലെ തുടങ്ങിയ കണക്ക് വൈകുന്നേരം കണക്ക് മാത്രമല്ല ആദ്യം റിപ്പോർട്ട് ഇങ്ങനെയാണോ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പിന്നീടാണ് കണക്കിൽ കയറി പിടിച്ച്. ഞാൻ പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് ഒരു സംഘടനയുടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്, സംഘടനയുടെ ജനറൽ ബോഡിക്ക് ഒരു നടപടിക്രമമുണ്ട് അല്ലേ? സ്വാഗതം, നമ്മുടെ മരിച്ചുപോയ അനുശോചനം, അനുസ്മരണം, അത് കഴിഞ്ഞിട്ട് അധ്യക്ഷ പ്രസംഗം, റിപ്പോർട്ട് അവതരണം അല്ലേ? റിപ്പോർട്ട് അവതരണം, കണക്ക് അവതരണം, ഇതങ്ങനെയാണ് വരിക. അതിൽ റിപ്പോർട്ട് അവതരണം എന്ന് പറയുന്നത് സെക്രട്ടറി വന്നിട്ട് ഈ പറയുന്ന ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. ഇതാർക്കും കൊടുത്തിട്ടില്ല, അതൊക്കെയാണ് വിഷയം. കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുക, അത് കഴിഞ്ഞ് ട്രഷറർ വന്ന് കണക്ക് അവതരിപ്പിക്കുക, അത് കഴിഞ്ഞ് അങ്ങനെയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ചർച്ച വരുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ റിപ്പോർട്ട് അവതരണ സമയത്ത് തന്നെ റിപ്പോർട്ട് അവതരണത്തിൽ അതിൻ്റേതായ രീതിയിൽ വന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കണക്ക് അവതരിപ്പിക്കും. കണക്കിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം പറയുന്നു, ട്രഷറർ പറയുന്നു, എന്നെ മാറ്റി നിർത്തിയതുകൊണ്ട് എനിക്ക് കണക്കിനെ കുറിച്ച് ഈ കണക്കിൽ എനിക്ക് വിശ്വാസമില്ല, കമ്മിറ്റിയിൽ തന്നെ ഉള്ള ആൾ പറയുന്നു, ഞാൻ അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ കമ്മിറ്റിയിൽ തന്നെ പല തട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഘടനാപരമായി ഭയങ്കര തെറ്റാണ്. അത് ശരിയല്ല. ഞാൻ പറയുന്നത് ഇവരതിന് മുന്നേ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ പറയാതെ അതിന് മുന്നേ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ട്രഷററെ വിളിച്ചു വരുത്തി ട്രഷററോട് ഈ കണക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കാനുള്ള കണക്കുണ്ടാക്കണമായിരുന്നു. ഉണ്ടാക്കി അത് കണക്ക് കൃത്യമാക്കി അത് അവതരിപ്പിക്കാനുള്ള രീതിയിലാക്കി ട്രഷററെ നിർത്തണമായിരുന്നു. ട്രഷററെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും ബൈലോയിലൊന്നും ഇല്ല. അങ്ങനെ ട്രഷററെ അവധിക്ക് വിടുന്നത് അത് എന്ത് ന്യായമാണ്? എന്തെവിടുത്തെ പരിപാടിയാണ് ട്രഷററെ അവധിക്ക് വിടുന്നത്? ജനറൽ ബോഡിയല്ലേ വരാൻ പോകുന്നത്. ജനറൽ ബോഡി വരാൻ പോകുമ്പോൾ ട്രഷററെ അവധിക്ക് വിടുന്നത് എങ്ങനെയാണ്? ജനറൽ ബോഡിയിൽ കണക്ക് അവതരിപ്പിക്കണമെന്ന് അറിയാമല്ലോ, ജനറൽ ബോഡിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് സെക്രട്ടറിയും തയ്യാറാവണമായിരുന്നു, ട്രഷററെയും വിളിച്ചു വരുത്തി ഈ പറയുന്ന കണക്ക് അവതരിപ്പിക്കാനും തയ്യാറാക്കണമായിരുന്നു പ്രസിഡന്റ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം അയാളെ അവധിക്ക് വിട്ടു. ഇപ്പോൾ പറയുന്ന അബ്സ്കോണ്ടിങ് ആണത്. പക്ഷെ ഞാൻ ഉണ്ണിയോട് ഞാൻ സംസാരിച്ചു. ഉണ്ണി പറയുന്നത് ഞാൻ കൃത്യമായിട്ട് സംഘടനയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്, പുള്ളി ലണ്ടനിലായിരുന്നു എന്നുള്ളത് ശരി. ഞാൻ ചോദിക്കുന്നു, ലണ്ടനിലായിരുന്നാൽ എന്താണ് പ്രശ്നം? ലണ്ടനിലായിരുന്നെങ്കിലും അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ നീക്കിക്കൂടെ? ഇതെന്തോ അങ്ങനെ വലിയ ഈ മറ്റേ നമ്മുടെ എന്താണ് ഇപ്പോൾ നന്ദിലത്ത് ജി മാർട്ട് പോലെയും അങ്ങനെയുള്ള കടകളിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്ന പോലത്തെ കണക്കൊന്നുമില്ലല്ലോ. അല്ല, അത് ഇടവേള വെച്ചോട്ടെ പറഞ്ഞ പോലെ ചായപ്പൊടി മേടിക്കണോ, ഇതൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഡെയിലിയുള്ള കണക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റേ ലക്ഷക്കണക്കിന് എൻട്രി ഒന്നും ഇല്ലല്ലോ. ഡെയിലിയുള്ള ചായപ്പൊടി മേടിച്ച് മറ്റേ മനസ്സിലായി ഇതേ ഉള്ളൂ, അവിടെ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് കയ്യിൽ എടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇടണത്. ചെറിയ പൈസ മറ്റെല്ലാം ബാങ്കിലല്ലേ, പെട്ടെന്ന് എഴുതി വെക്കാം. അതെ. പക്ഷെ ഇവിടെ എല്ലാം പരാജയം എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമായി. അതാ ഞാൻ പറയുന്നത്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ സംഭവിച്ചത് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്, വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ്. അല്ലെങ്കിൽ പ്രസിഡൻ്റായിരുന്ന ശ്വേതാ മേനോൻ ഇങ്ങനെ രാജിവെക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ സംഘടനാപരമായിട്ട് അതിനെ വൈകാരികമായി എടുക്കരുത്. ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ശ്വേതയുടെ രാജിയോടും മറ്റേ മല്ലിക ചേച്ചിയുടെ രാജിയോടും ഞാൻ യോജിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ലക്ഷ്മിപ്രിയയുടെ രാജിയോടും. ലക്ഷ്മിപ്രിയ ഒളിച്ചോടുകയല്ല വേണ്ടത്. ഇതിപ്പോൾ ഒളിച്ചോടലായിട്ട് നമുക്ക് തോന്നി രാജിവെച്ചത് അല്ലേ? ലക്ഷ്മിപ്രിയ ഒളിച്ചോടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് രാജിവെക്കുകയല്ല വേണ്ടത്. എന്തൊരു മര്യാദയാണ് രാജിവെക്കുക എന്ന് പറയുന്നത്. മല്ലിക ചേച്ചി എന്തിനാണ് രാജിവെച്ചത്? മല്ലിക ചേച്ചിയും അത്രയും സീനിയറായിട്ടുള്ളൊരു ഒരു അമ്മയല്ലേ അവർ? നമ്മുടെ അമ്മയല്ലേ, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയല്ലേ അവർ നിന്ന് മക്കളെടാ നിങ്ങൾ മര്യാദക്ക് ഇക്കടാ എന്ന് പറഞ്ഞ്, ഞാൻ പറയുന്നത് പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും വിളിച്ചുകൊണ്ട് വരണം.
കൂടെ നിൽക്കണം എന്ന് പറയണം. അതാണ് വേണ്ടത്. മല്ലിക ചേച്ചി ചെയ്യേണ്ടത് അതാണ്. 2 മക്കളുണ്ടല്ലോ, അമ്മയിലെ 2 മക്കളും അവരുടെ മക്കളല്ലേ. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ രാജിവെച്ചിട്ട് അങ്ങ് പോവുകയാണോ വേണ്ടത്? അല്ലല്ലോ. അവർക്ക് ഞങ്ങളെ ഈ അമ്മയിലെ മറ്റ് മക്കളെ തല്ലാനും നേർവഴിക്ക് നടത്താനുമുള്ള ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട് അല്ലേ. അവർ അത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് മല്ലി ചേച്ചി അതാണ് ചെയ്യേണ്ടത്. ഞങ്ങളെ എല്ലാവരെയും നേർവഴിക്ക് നടത്താൻ ഉത്തരവാദിത്വമുള്ള ആളാണ്, അത് ചെയ്യണം. അതുപോലെ എല്ലാവരും, മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഒരു വടിയെടുത്തിട്ട് പറയുവാണ് ആവശ്യമില്ലാത്ത വേണ്ട, ശ്വേതയോട് പറയണം നീ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അതാണ് വേണ്ടത്. അങ്ങനെ ആരെയും വിട്ടുകളയരുത്. ഇവരെല്ലാവരെയും കൊണ്ടുവരണം. ഇവരെ ഈ രാജിയൊന്നും സ്വീകരിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് അമ്മ സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കെൽപ്പുള്ള എന്തായാലും ഇപ്പോൾ അഡോക് കമ്മിറ്റിയാണ്, ആ കമ്മിറ്റിയിൽ അവരെ അമ്മ സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് നേതൃസ്ഥാനം കൈമാറി ഇവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടി അമ്മയെ വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കും അങ്ങനെയൊക്കെ ആഗ്രഹമാണ്. ഞാനും അമ്മയായിട്ട് അത്ര അടുത്ത് നിൽക്കുന്നു, എനിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ഓർമ്മകൾ, നമ്മുടെ യാത്രകൾ പറഞ്ഞു. എനിക്കൊന്ന് കുറേ മണിക്കൂറുകൾ സംസാരിച്ചു. ഓക്കെ, അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് ആ ഒരു എപ്പിസോഡായിട്ട് പോട്ടെ. അച്ഛൻ്റെയും യാത്രയെ കുറിച്ചുള്ള അത് മറ്റൊരു എപ്പിസോഡുമായിട്ട് പോട്ടെ. ഒത്തിരി സന്തോഷം. ഒത്തിരി തുറന്നു പറഞ്ഞതിൽ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.